നമസ്കാരം. ഭാരതത്തെ തകർക്കാൻ പാകിസ്ഥാനോട് കൂട്ടുനിന്ന തുർക്കിയെ എല്ലാവരും ആക്രമിക്കുമെന്ന് തന്നെയാണ് കരുതിയത്. പക്ഷേ ഉണ്ടായതാകട്ടെ മറ്റൊന്നും. അതായത് തുർക്കിക്ക് നയതന്ത്ര തലത്തിൽ തന്നെ അതേ നാണയത്തിൽ ഇന്ത്യ ഒരു തിരിച്ചടി നൽകിയിരിക്കുകയാണ്. തുർക്കി പാകിസ്ഥാനുമായി കൈകൊടുത്തപ്പോൾ ഇന്ത്യ തുർക്കിയുടെ ആജന്മ ശത്രുവായ ഗ്രീസുമായി കൈകൊടുത്തു. തുർക്കിക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ഗ്രീസിനെ ആക്രമിക്കാൻ. രാജ്യങ്ങൾ തമ്മിൽ ആക്രമണം നടത്താൻ പ്രധാന കാരണങ്ങൾ ഒന്നും തന്നെ വേണ്ടല്ലോ. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്നൊരു ഒറ്റ കാരണങ്ങൾ മതി ആക്രമിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയിൽ ചേർന്നു എന്ന പേരിൽ. അത് മാത്രമല്ല, മറ്റു രാജ്യങ്ങൾ മനസ്സിൽ കാണുമ്പോൾ നമ്മുടെ ഭാരതം അത് മാനത്ത് കാണും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഗ്രീസിന് ആയുധങ്ങൾ നൽകി കരുത്താർജിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നിലവിൽ ഇന്ത്യയുടെ നാവിക ചീഫ് അഡ്മിറൽ ത്രിപാഠിയുടെ സന്ദർശനത്തിന് പിന്നാലെ ഇന്ത്യയുടെ എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗും ഗ്രീസിലെത്തി അവിടുത്തെ പട്ടാള മേധാവിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ ഒരു കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വിരളി പൂണ്ട് ടെൻഷൻ അടിച്ചു നിൽക്കുന്നത് തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗനാണ്. ഇന്ത്യയും ഗ്രീസും തമ്മിൽ സൈനിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത്. ഗ്രീസിന്റെ ലഫ്റ്റനന്റ് ജനറൽ ടിമോസ്തനീസ് ആണ് അമർപ്രീത് സിംഗുമായി ഒരു കൂടിക്കാഴ്ച ചർച്ചകൾ നടത്തിയത്. നേരത്തെ പ്രധാനമന്ത്രിയുടെ ഗ്രീസ് സന്ദർശനവും സൈനിക മേധാവികളുടെ ഗ്രീസ് സന്ദർശനവും കൂടിയായതോടെ തുർക്കിയിലെ മാധ്യമങ്ങൾ ആശങ്കയുണർത്തുന്ന കഥകളാണ് എഴുതിവിടുന്നത്. ഇന്ത്യ ബ്രഹ്മോസ്, നിർഭയ് എന്നീ മിസൈലുകൾ ഗ്രീസിന് വിൽക്കുമോ എന്നതാണ് ഇപ്പോൾ എർദോഗന് നല്ല ഭയം. കാരണം ബ്രഹ്മോസ് മിസൈൽ ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തത് എങ്ങനെയാണ് പാകിസ്ഥാന്റെ സൈനിക വിമാനത്താവളങ്ങളിൽ നാശം വിതച്ചതെന്ന് എർദോഗന് നന്നായി അറിയാം. ഇത് ഗ്രീസിന് കിട്ടിയാൽ നേരിട്ട് തുർക്കിയെ അടിക്കാനാകും. തുർക്കിയുടെ കയ്യിൽ റഷ്യ നൽകിയ S-400 എന്ന വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. എന്നാൽ S-400 അടിച്ചിടാൻ കഴിയാത്ത ഹൈപ്പർസോണിക് മിസൈലുകളും ഇന്ത്യയുടെ പക്കലുണ്ട്. ഇത് നൽകാനും ഇന്ത്യ തയ്യാറാണ്. പക്ഷേ പ്രശ്നം നാറ്റോ ആണ്. അമേരിക്കയും ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെ 32 അംഗരാജ്യങ്ങളുള്ള നാറ്റോയിൽ ഗ്രീസും തുർക്കിയും അംഗങ്ങളാണ്. ഇന്ത്യക്ക് നാറ്റോയിൽ അംഗത്വമില്ല. സഹകരണം മാത്രമേ ഉള്ളൂ. നാറ്റോ പ്രധാനമായും നോർത്ത് അറ്റ്ലാന്റിക്കിലെ സൈനിക പ്രതിരോധത്തിനായി രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ സഖ്യമാണ്. അതിനാൽ ഗ്രീസിന് ഇന്ത്യ ആയുധങ്ങൾ വിൽക്കുന്നത് തടയാൻ നാറ്റോയിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് എർദോഗൻ. ഈ അടുത്തിടെ ഗ്രീസ് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിറ്റ്സോതാക്കിസുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയപ്പോൾ മോദിയും ഇന്ത്യ മിസൈൽ നൽകാൻ ഒരുക്കമാണെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ നാറ്റോയുടെ നിർദ്ദേശം മറികടന്ന് ഇന്ത്യയിൽ നിന്നും മിസൈൽ വാങ്ങുന്നതിന് ഗ്രീസിന്റെ കടമകൾ ഏറെയുണ്ട്. എന്തായാലും എർദോഗനും തുർക്കിയും അങ്കലാപ്പിലാണ്. ഇന്ത്യയുടെ എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ഗ്രീസിലെ സൈനിക മേധാവികളുമായി ചർച്ച നടത്തിയ ആ ഒരു നയതന്ത്ര തലത്തിൽ നടത്തിയ ഒരു ചർച്ചയും സൈനിക ഓപ്പറേഷൻസ്, അതോടൊപ്പം പരിശീലനം എന്നീ കാര്യങ്ങളിൽ വിശദമായി തന്നെ ഇന്നലെ ചർച്ചകൾ നടന്നു. ഗ്രീസുമായി ചേർന്ന് ഇന്ത്യ നടത്തുന്ന സൈനിക വ്യോമാഭ്യാസ പ്രകടനങ്ങളെ ഇവരും തമ്മിൽ ഒരു ചർച്ചകൾ, മുഖ്യമായിട്ട് ഈ വിഷയമായിരുന്നു ഇവർ രണ്ടുപേരും ചർച്ച നടത്തിയത്. അതോടൊപ്പം തന്നെ ഇനിയോജോസ്, തരംഗ് ശക്തി എന്നീ സംയുക്ത സൈനിക അഭ്യാസ പ്രകടനങ്ങൾ ഗ്രീസും ഇന്ത്യയും ചേർന്ന് നടത്തുന്നുണ്ട്. ഇന്ത്യയും ഗ്രീസും നേരത്തെ ഒപ്പിട്ടിരുന്ന സൈനിക സഹകരണ കരാറിന്റെ ഭാഗമായിട്ടായിരുന്നു എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗിന്റെ ഗ്രീസിലെ സന്ദർശനം. ഭാവിയിൽ വ്യോമാക്രമണ സംവിധാനം പരിഷ്കരിക്കൽ, രഹസ്യ വിവരങ്ങൾ കൈമാറൽ, പ്രതിരോധ മേഖലയിൽ സംയുക്തമായി സാങ്കേതിക വികസനം എന്നിവ ഗ്രീസുമായുള്ള സഹകരണത്തിൽ ഇന്ത്യയുടെ ലക്ഷ്യങ്ങളാണ്. പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ വളരുന്ന പങ്കാളിത്തത്തെ ചെറുക്കാൻ കൂടിയാണ് ഇന്ത്യ തുർക്കിയുമായി സഹകരണം വർദ്ധിപ്പിക്കുന്നത്. ഗ്രീസിന്റെ വ്യോമസേന ഭാഗമായ ഹെൽനിക് എയർഫോഴ്സും എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് സന്ദർശിച്ചു. ഗ്രീസിലെ ഇന്ത്യൻ അംബാസിഡർ രുദേന്ദ്ര ഠാണയും ഇന്ത്യൻ എയർ ചീഫ് മാർഷലിനെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. ആഥൻസിലെ പഗ്ലൂ സൈനിക കേന്ദ്രത്തിൽ ഇന്ത്യൻ എയർ ചീഫ് മാർഷലിന് ഗാർഡ് ഓഫ് ഓണർ നൽകി. ഗ്രീസിലെ ദ്വീപുകൾ അനധികൃതമായി കൈയടക്കിയ എർദോഗൻ ഭാവിയിൽ ഗ്രീസ് ഒരു സൈനിക ശക്തിയായി വളരുന്നതിൽ അസ്വസ്ഥനാണ്. ഇന്ത്യയുമായുള്ള ചങ്ങാത്തത്തിൽ ഗ്രീസ് സൈനികമായി ശക്തി നേടുമോ എന്ന ആശങ്കയിലാണ് എർദോഗൻ ഇപ്പോൾ ഉള്ളത്. ന്യൂസ് ഡെസ്ക് തത്വമേ ന്യൂസ്.